നമസ്കാരം. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളായ സാധാരണക്കാർക്ക് നേരെ പാക് ഭീകരർ നടത്തിയ ആക്രമണം അന്നായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണീരിനൊപ്പം ആത്മാഭിമാനത്തിനേറ്റ മുറിവ് കൂടിയായിരുന്നു അത്. 2025 മെയ് 7 പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 15-ാം നാൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ തരിപ്പണമാക്കിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതെറിയുകയായിരുന്നു നമ്മുടെ രാജ്യം. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ താവളങ്ങൾ ആയിരുന്നു ചുട്ടെരിച്ചത്. ബഹാവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലെ, മുദ്രിക്കെ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം ആണ് മുദ്രിക്കെ. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ മസൂദ് അസർ നയിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ താവളമായിരുന്നു. ആ ഭീകര താവളങ്ങൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങളും ഇന്ത്യൻ സേന പുറത്തുവിട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചപ്പോൾ ഇന്ത്യയുടെ ആ ആക്രമണ രീതി ലോകരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തി. ഒരു ക്ലിനിക്കൽ സർജറിയുടെ കൃത്യതയോടെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. അതായത് എവിടെയാണോ ലക്ഷ്യം വെച്ചത് അവിടെ മാത്രം ആക്രമിക്കുക, അതും സാധാരണക്കാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ. എന്തിനിപ്പോൾ ഇത് ഓർമ്മിപ്പിച്ചു എന്നാകും. ഒക്ടോബർ 8 ഇന്ത്യയുടെ 93-ാം വ്യോമസേനാ ദിനം ആചരിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ആ ധീരരെ ഓർക്കാതെ വയ്യല്ലോ. ഇന്ത്യൻ വ്യോമസേനയുടെ മികവുകൾ, പ്രവർത്തനങ്ങൾ എന്നിവയെ ആദരിക്കുന്നതിനായാണ് ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നത്. 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് എങ്കിലും നമ്മുടെ വായുസേനയ്ക്ക് അതിലും ഏറെയുണ്ട് അനുഭവ സമ്പത്ത്. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. തൊട്ടടുത്ത വർഷം 1933 ഏപ്രിൽ 1 സേനയുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 4 വെസ്റ്റ്ലാൻഡ് വ്യാപിറ്റി ബൈപ്ലെയിനുകളും 5 ഇന്ത്യൻ പൈലറ്റുമാരുമുള്ള ആദ്യത്തെ ഓപ്പറേഷൻ സ്ക്വാഡ്രൺ അന്ന് സ്ഥാപിതമായി. തുടക്കത്തിൽ റോയൽ വ്യോമസേനയുടെ ഒരു സഹായക വിഭാഗമായിരുന്നു ഇത്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് വിഭജിക്കപ്പെട്ടു. 1/3 സ്ക്വാഡ്രനുകൾ പാകിസ്ഥാന് ലഭിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി ദൗത്യങ്ങൾ ആണ് നമ്മുടെ വ്യോമസേന വിജയകരമായി പൂർത്തീകരിച്ചത്. അതിൽ ആദ്യത്തേത് ശ്രീനഗർ ദൗത്യമായിരുന്നു. ശ്രീനഗർ വിമാനത്താവളം പാക് ആക്രമണകാരികളുടെ കൈവശമായോ എന്ന് സംശയിക്കപ്പെട്ട സമയത്തായിരുന്നു ആ ഉദ്യമം. കശ്മീർ രാജാവ് ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ച ഉടൻ വ്യോമസേനയുടെ ഡക്കോട്ട വിമാനങ്ങൾ ആദ്യ സേനാ ദൗത്യസംഘത്തെ ശ്രീനഗറിലേക്ക് എത്തിക്കുകയായിരുന്നു. 1948 ഡിസംബർ 31 UN മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ വ്യോമസേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ ആണ് കശ്മീരിൽ നിർണായകമായത്. 1961 പോർച്ചുഗലിൻ്റെ അധീനതയിൽ ആയിരുന്ന ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ വിജയ് ദൗത്യത്തിലും നമ്മുടെ വ്യോമസേനാ വിഭാഗങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു. 1962 ചൈനീസ് യുദ്ധം, 1965 പാകിസ്ഥാനെതിരായ യുദ്ധം, 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം, 1999 കാർഗിൽ യുദ്ധം. ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിൽ എല്ലാം ആകാശക്കുതിപ്പ് നടത്തിയത് നമ്മുടെ വ്യോമസേനയാണ്. 93 വർഷങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകത്തിലെ 4ാമത്തെ വലിയ വ്യോമശക്തിയാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ ആണ് ഇന്ന് നമ്മുടെ വ്യോമസേനയുടെ കരുത്ത്. റഫാൽ, സുഖോയ്, മിറാഷ്, തേജസ്, ജാഗ്വാർ തുടങ്ങിയ 4ാം തലമുറയ്ക്കും അതിന് മുകളിലുമുള്ള വിമാനങ്ങൾ വ്യോമസേനയുടെ പോരാട്ടവീര്യത്തിന് ഊർജം പകരുന്നു. 6 പതിറ്റാണ്ട് ആകാശത്ത് കാവൽ ആയിരുന്ന MiG-21 വിശ്രമത്തിൽ ആയപ്പോൾ കൂടുതൽ
തേജസ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഉടൻ സേനയുടെ ഭാഗമാവുകയാണ്. ഇന്ത്യൻ നിർമ്മിതമായ 5ാം തലമുറ യുദ്ധവിമാനവും Su-57 എന്ന റഷ്യൻ നിർമ്മിത സ്റ്റെൽത്ത് വിമാനവും വ്യോമസേനയുടെ ശേഖരത്തിലേക്ക് എത്തുകയാണ്. അതെ, നഭഹാസ്പർശം ദീപ്തം, ആകാശത്തെ തൊടുന്ന മഹാകീർത്തി എന്ന അർത്ഥത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വായുസേന.